നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പുതുവർഷത്തിന്റെ തുടക്ക മാസത്തിൽ തന്നെ UAE പ്രവാസികൾക്ക് വളരെ സന്തോഷം നൽകുന്ന വാർത്തയാണ് വന്നിരിക്കുന്നത്. ഇനി ചെലവ് കൂടിയിട്ടും ശമ്പളം കൂടിയില്ല എന്നോർത്തുള്ള ടെൻഷൻ വേണ്ട. UAEയിൽ ഈ വർഷം ശമ്പള വർധന ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഒരു വിഭാഗത്തിൽ മാത്രമല്ല, എല്ലാ തൊഴിൽ വിഭാഗങ്ങളിലും കുറഞ്ഞത് 4% ശമ്പള വർധനവാണ് പ്രതീക്ഷിക്കുന്നത്. സർവേ റിപ്പോർട്ടുകളിലാണ് ഇക്കാര്യം പ്രവചിച്ചിരിക്കുന്നത്. കഴിഞ്ഞ നവംബറിലും വിവിധ രാജ്യാന്തര കമ്പനികൾ UAEയിലെ എല്ലാ വിഭാഗം കമ്പനികളും ഈ വർഷം ശമ്പളം വർദ്ധിപ്പിക്കുമെന്ന് പ്രവചിച്ചിരുന്നു. കോവിഡ് കാലത്ത് നിർത്തിവെച്ച ശമ്പള വർധന തുടങ്ങാത്ത കമ്പനികൾ ഇനിയുമുണ്ട്. മധ്യപൂർവ്വ വടക്കൻ ആഫ്രിക്കൻ മേഖലകളിലെ 1200 പേരിൽ നടത്തിയ സർവേയിലാണ് ശമ്പള വർധനയെക്കുറിച്ചുള്ള പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ളത്. വനിതകളിൽ 46% പേർ ശമ്പള വർധനവ് പ്രതീക്ഷിക്കുമ്പോൾ പുരുഷന്മാരിൽ ഭൂരിഭാഗം പേരും ബോണസ് കിട്ടുമെന്നാണ് കണക്കുകൂട്ടുന്നത്. ശമ്പളത്തിൽ 20%-ഓ അതിൽ കൂടുതലോ വർധനവ് ഉണ്ടാകണമെന്നാണ് സർവേയിൽ പങ്കെടുത്ത ചിലർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. തൊഴിലുടമ നൽകുന്ന പാർപ്പിട, യാത്ര, ടെലിഫോൺ അലവൻസുകളിലും നിലവിലെ ചിലവുകൾ കുതകുന്ന തരത്തിൽ വർധനവ് വേണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. വാടകയും മറ്റും വലിയ രീതിയിൽ ഉയരുന്നതിനാൽ നിലവിൽ കിട്ടുന്ന ശമ്പളം എല്ലാത്തിനും തികയ്ക്കുക ബുദ്ധിമുട്ടാണ്. ശമ്പളത്തിന്റെ പകുതി തുകയും വാടകയ്ക്കായി ചിലവഴിക്കേണ്ടി വരുന്നവരുമുണ്ട്. നിലവിൽ UAEയിലെ ജീവിത ചിലവുകൾക്കനുസരിച്ച് ശമ്പളം കൂടണമെന്ന് ആവശ്യപ്പെടുന്നവരാണ് കൂടുതലും. ചിലവുകൾക്കനുസരിച്ച് ശമ്പളം കൂടിയാൽ അത് സാധാരണക്കാരായ പ്രവാസികൾക്കും വലിയ ആശ്വാസമാകും. ഈ വർഷം ശമ്പള വർധന ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഒട്ടുമിക്കവരും. എന്തായാലും പ്രവാസികൾ പുതിയ സർവേയിൽ വളരെയധികം പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ്. അതേസമയം തൊഴിൽ രീതിയിൽ മാറ്റം വരുത്താനും UAE ആലോചിക്കുന്നുണ്ട്. രാജ്യത്തെ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ റിമോട്ട് വർക്ക് സമ്പ്രദായം കൂടുതലായി ഉപയോഗപ്പെടുത്തണമെന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡിജിറ്റൽ ഇക്കോണമി, റിമോട്ട് വർക്ക് ആപ്ലിക്കേഷൻ സഹമന്ത്രി ഉമർ സുൽത്താൻ അൽ ഉലമ ആഹ്വാനം ചെയ്തു. ഇക്കാര്യത്തിൽ മികച്ച നിയമനിർമ്മാണത്തിനുള്ള തയ്യാറെടുപ്പിലാണ് UAE എന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് വിദൂര ജോലി സമ്പ്രദായത്തിന്റെ സാധ്യതകളെ കുറിച്ച് പഠിക്കുന്നതിന്റെ ഭാഗമായി പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സുമായി സഹകരിച്ച് മന്ത്രാലയം തയ്യാറാക്കിയ ധവളപത്രത്തിൽ ഇതിന്റെ വലിയ സാധ്യതകളെയും നേട്ടങ്ങളെയും കുറിച്ച് പറയുന്നുണ്ട്. ഗതാഗതക്കുരുക്ക് കുറയ്ക്കുന്നതിന് ഫ്ലെക്സിബിൾ ജോലി സമയവും വിദൂര ജോലി സമ്പ്രദായവും ഏർപ്പെടുത്തിയ ദുബായ് അധികൃതരുടെ തീരുമാനം ഇക്കാര്യത്തിൽ ഏറെ പ്രയോജനം ചെയ്തു. ഇതുവഴി ദുബായിലുടനീളം രാവിലത്തെ യാത്രാ സമയം 30% കുറയ്ക്കാൻ സഹായിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. പരമ്പരാഗത രീതിയിലുള്ള കേന്ദ്രീകൃത ജോലി സ്ഥലവും വീട്ടിൽ നിന്ന് ജോലി ചെയ്യാവുന്ന രീതിയും മറ്റു തരത്തിലുള്ള വിദൂര ജോലിയും സംയോജിപ്പിക്കുന്ന ഒരു ഹൈബ്രിഡ് വർക്ക് മോഡലാണ് UAE നടപ്പിലാക്കാൻ ആലോചിക്കുന്നത്. അത് ഉൽപാദനക്ഷമത, തൊഴിലാളികളെ ക്ഷേമം, സ്ത്രീകൾക്കും ഭിന്നശേഷിക്കാർക്കുമുള്ള സൗകര്യം തുടങ്ങിയവ വർദ്ധിപ്പിക്കാൻ സഹായകമാകും. COVID-19 സമയത്ത് സ്വകാര്യ മേഖലാ കമ്പനികൾ ജീവനക്കാർക്ക് വിദൂരമായി ജോലി ചെയ്യാൻ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നെങ്കിലും കോവിഡിന് ശേഷം അവയിൽ പലതും പഴയ രീതിയിലേക്ക് തിരിച്ചുപോയി. എന്നാൽ പ്രതികൂല കാലാവസ്ഥ ഉൾപ്പെടെയുള്ള അടിയന്തര സാഹചര്യങ്ങൾ റിമോട്ട് വർക്ക് രീതിയിലേക്ക് മാറുന്നുണ്ടെന്നും ഉമർ സുൽത്താൻ അൽ ഉലമ വ്യക്തമാക്കി.